ഓക്കെ. ഇത് നമ്മുടെ ഫൗണ്ട് ഇൻക്രീസിൻ്റെ ട്രയാങ്കിൾസിനെ എണ്ണി എടുക്കുന്നതിൽ രണ്ടാമത്തെ മോഡലാണ്. ഇതിൽ ആക്ച്വലി 6 മോഡലാണ് വരുന്നത്. ഉള്ളതെല്ലാം 6 മോഡലാണ് വരുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ആകെ ഒരു 3-4 മോഡലേ ഈ സ്റ്റാറിൻ്റെ കേസിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ആദ്യം തന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഫിഗറാണ്. ഈ ഒരു ടൈപ്പ് ഫിഗറിനകത്ത് മൊത്തം 8 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. 8 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചിട്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെ ഇടുന്ന രീതിയിലുള്ള സ്റ്റാറാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 8 ട്രയാങ്കിൾ. ആ 8 എങ്ങനെയാന്ന് നോക്കാം. 1, 2, ആ ചെറിയ ട്രയാങ്കിൾസ് ആണ്. 3, 4, 5, 6. ഇങ്ങനെ 6 ചെറിയ ട്രയാങ്കിളുകൾ. 6 ചെറിയ ട്രയാങ്കിൾസ്. ഇനി ഏഴാമത്തെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഒരു വലിയ ട്രയാങ്കിളാണ് ഏഴാമതായിട്ട് വരുന്ന ട്രയാങ്കിൾ. എട്ടാമത്തെ ട്രയാങ്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഒരു വലിയ ട്രയാങ്കിളാണ് എട്ടാമത്തെ ട്രയാങ്കിളായിട്ട് വരുന്നത്. ഇങ്ങനെ മൊത്തം 8 ട്രയാങ്കിൾ, 6 ചെറിയ ട്രയാങ്കിളും അതുപോലെ തന്നെ 2 വലിയ ട്രയാങ്കിളും ചേർന്നിട്ട് 8 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു മോഡലിൽ ഉണ്ടാകുന്നത്. സോ ഇതിങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ മോഡൽ ഏതാന്ന് നോക്കിയാൽ മാത്രം മതി. അടുത്തത് രണ്ടാമത്തെ മോഡൽ, അതായത് സ്റ്റാറിലെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് സ്റ്റാർ വരയ്ക്കുന്ന പോലെ ഇതിങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്ന ഷേപ്പിനാണ് ഈ വരുന്നത്. ഇതിനകത്ത് മൊത്തം 10 ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാകുന്നത്. മൊത്തം 10 ട്രയാങ്കിളാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഷേപ്പ്. ഓക്കെ, അതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3, 4, 5. അങ്ങനെ 5 ട്രയാങ്കിൾ. ഓക്കെ, 5 ട്രയാങ്കിൾ. ഓക്കെ. ദെൻ എനിക്ക് പറയാൻ എളുപ്പത്തിനായിട്ട് ഞാൻ നടുക്ക് കിടക്കുന്ന ആ ഷേപ്പിനും കൂടി ഒന്ന് നമ്പർ കൊടുക്കുവാണ്. അതൊരിക്കലും ട്രയാങ്കിൾ അല്ല, ഞാൻ പറയാൻ എളുപ്പത്തിനായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 5 ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളതിൽ ആദ്യത്തെ ട്രയാങ്കിൾ, ഇനി ഒരു 5 ഉണ്ട്. ഇവർ 5 കിട്ടി. അതിൽ ആദ്യത്തെ ട്രയാങ്കിൾ 1, 3, 6 ചേർന്നിട്ടുള്ള ആ ഒരു ഫിഗർ. 1, 3, 6 ചേർന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, അതൊരു ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 2, 5, 6 ചേർന്നിട്ടുള്ള ഫിഗർ. 2, 5, 6 ചേർന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, അടുത്തൊരു ട്രയാങ്കിൾ. മൂന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1, 4, 6 ചേർന്നിട്ടുള്ള ഫിഗർ. 1, 4, 6 ചേർന്നിട്ടുള്ള ഫിഗർ. 1, 4, 6 ചേർന്നിട്ടുള്ള ഫിഗർ. ഓക്കെ. ഇനി നാലാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2, 4, 6 ചേർന്നിട്ടുള്ള ഫിഗർ. 2, 4, 6 ചേർന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, അടുത്ത ട്രയാങ്കിളായി. ഇനി ലാസ്റ്റത്തത് 3, 5, 6 ചേർന്നിട്ടുള്ള ഫിഗർ. 3, 5, 6. 3, 5, 6. ഇങ്ങനെ ഒരു 5 ട്രയാങ്കിളും ചേർന്നിട്ട് മൊത്തം 10 ഈ ഒരു ഷേപ്പിൽ ഉണ്ടാകുന്നത്. മൊത്തം 10 ഈ ഒരു ഷേപ്പിൽ ഉണ്ടാകുന്നത്. 5 ചെറിയ ട്രയാങ്കിള്, ദെൻ അത് കഴിഞ്ഞിട്ട് 5 ചെറിയ ട്രയാങ്കിള്, ദെൻ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 1, 2, 3, 4, 5 എടുത്തു കഴിഞ്ഞാൽ 1, 6. ഓക്കെ, 1, 3, 6 ചേർന്നിട്ടുള്ള ഒരെണ്ണം.
ദെൻ രണ്ട് അഞ്ച് 2 5 6 ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിള്, 1 4 6 ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിള്, അതുപോലെ തന്നെ 2 4 6 ചേർന്നിട്ടുള്ള ട്രയാങ്കിള്, 2 4 6 ചേർന്നിട്ടുള്ള ട്രയാങ്കിള്, 3 5 6 ചേർന്നിട്ടുള്ള ട്രയാങ്കിൾ. ഇങ്ങനെ മൊത്തം 5 5 10 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഷേപ്പിൽ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇത് 10 പറഞ്ഞ് കാണാതെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഏറ്റവും അവസാനത്തെ മോഡൽ, അതൊരു മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല, ആദ്യത്തെ ഒരു മോഡിഫിക്കേഷൻ, ആദ്യത്തെ ഷേപ്പിന്റെ ഒരു മോഡിഫിക്കേഷൻ. ആദ്യത്തെ ഷേപ്പിന്റെ അകത്ത് നമ്മുടെ ഈ ഹെക്സഗണിന്റെ കോർണറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഷേപ്പ്, ആ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് മൊത്തം 20 ട്രയാങ്കിൾ ആയിരിക്കും ടോട്ടൽ വരുന്നത്. 20 ട്രയാങ്കിൾ ആയിരിക്കും ടോട്ടൽ വരുന്നത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഈ ട്രയാങ്കിളുകൾ ഞാൻ എണ്ണുവാണ്. അതെണ്ണി കഴിയുമ്പോൾ 1 2 3 4 5 6, അവിടെ 6 ഉണ്ട്. ദെൻ ഈ ഹെക്സഗണിന്റെ അകത്ത് കിടക്കുന്ന ട്രയാങ്കിളുകൾ എണ്ണുവാണ്. അതിലും 6 ഉണ്ട്. സോ മൊത്തം 12 ട്രയാങ്കിളുകൾ അവിടെ വന്നു. ആ 2 കൂടി കൂട്ടിയിട്ട് 12 ട്രയാങ്കിളുകൾ വന്നു. ഓക്കെ, ഇനി മൊത്തം 20 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ മൊത്തം 12 ആയേ, മൊത്തം 12 ആയി. ഇനി ഞാനാണെങ്കിൽ ഓക്കെ, ഡി ഒരു വെർട്ടെക്സും ഇതും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വേർട്ടെക്സും ഈ ഒരു ലൈനും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ദെൻ സിമിലർലി ഈ വെർട്ടെക്സും ഈ ലൈനും ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടും. അടുത്തത് ഈ വെർട്ടെക്സും, മൊത്തം അങ്ങനെ 6 വെർട്ടെക്സ് ഉണ്ട്. സോ 6 ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, എന്നാലും ഞാൻ വരച്ചേക്കാം, ഡിഫറെൻറ്റ് കളറിൽ മനസ്സിലാകുന്ന രീതിയിൽ വരച്ച് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ഇതും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടും. ദെൻ ഏറ്റവും അവസാനത്തത് ഇതും ഇതും, മൊത്തം ഇവിടെയും ഒരു 6 ട്രയാങ്കിൾ, ഇവിടെയും ഒരു 6 ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം 18 ട്രയാങ്കിൾ. ഒന്നും ഓർക്കണ്ട, നിങ്ങൾ 6 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന പോലെ ഒരു 6 ട്രയാങ്കിൾ അവിടെ ഉണ്ടാവും. ഇവിടെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഇതേ വലിപ്പമുള്ള ഒരു 6 ട്രയാങ്കിൾ. ഓക്കെ, ഇനി ബാക്കി 2 ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി 2 വരുന്നത് നമ്മൾ ആ ആദ്യത്തെ ഫിഗറിനകത്ത് 2 വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തില്ലേ, 2 വലിയ ട്രയാങ്കിൾ. അപ്പോൾ ആ 2 വലിയ ട്രയാങ്കിൾ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത്. ഇതൊന്ന്, ഇത് 2. സോ ടോട്ടൽ 20 ട്രയാങ്കിൾ ആയിരിക്കും ഇങ്ങനെ വരുന്ന ഷേപ്പിൽ. ഇങ്ങനെ വരുന്ന ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ ഇങ്ങനെ ഇട്ട് അതിൻ്റെ അകത്തുള്ള ഹെക്സഗണ് ജോയിൻ ചെയ്ത് വരുന്ന രീതി. സോ ടോട്ടൽ 20 ട്രയാങ്കിൾ. അപ്പോൾ ആദ്യത്തെ ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഷേപ്പിൽ 8 ട്രയാങ്കിൾ, രണ്ടാമത്തേൽ 10, മൂന്നാമത്തേൽ 20. ഇതിങ്ങനെ തന്നെ പഠിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഷേപ്പ് ജോയിൻ ചെയ്തു അങ്ങനെ രീതിയിലൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൻ്റെ അകത്ത് എത്ര ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാത്രം എണ്ണിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.